കോട്ടയം കൈപ്പുഴമുട്ടിൽ നിയന്ത്രണം വിട്ട് ആറ്റിലേക്ക് വീണ കാർ കരയ്ക്കു കയറ്റി. കാറിന്റെ ഉള്ളിൽ ചെളി നിറഞ്ഞ നിലയിലാണ്. കാറിലുണ്ടായിരുന്ന രണ്ടുപേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്നിലധികം പേർ, കൂടുതൽ ആളുകൾ കാറിൽ ഉണ്ടോ എന്ന സൂചനയുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ടോബി, കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? രണ്ടാളുകളെയാണ് പുറത്തേക്ക് എത്തിച്ചത്, അവരെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഇനിയിപ്പോൾ വാഹനത്തിൽ നിന്ന് പുഴയിലേക്ക് ആരെങ്കിലും വീണിരുന്നോ നേരത്തെ എന്ന സംശയമുണ്ട്. ബാക്കി ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയവരുടെ ആരോഗ്യനില സംബന്ധിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടോ ടോബി? വിജയകുമാർ, അല്പസമയം മുമ്പാണ് രണ്ടുപേരെ ഈ വാഹനത്തിന്റെ ഡോറ് തുറന്ന് ചെളി നിറഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു. വാഹനം ഉയർത്തി പുറത്തു കൊണ്ടുവന്ന് അതിൽ നിന്നും രണ്ടുപേരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണെന്ന് സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഒരാൾ കൂടി ഉണ്ട്, ഒരു കുട്ടി അതിലുണ്ടോ എന്നുള്ള സംശയം തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. ഈ വാഹനം മറിഞ്ഞപ്പോൾ ഒരു നിലവിളി കേട്ടു. അങ്ങനെയാണ് ആളുകൾ ഇങ്ങനെ ഒരു സംഭവം നടന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് റെന്റ് വണ്ടിയാണോ എന്നുള്ള സംശയം തന്നെയാണ്. കാരണം ബ്ലാക്ക് കളറിലുള്ള ഒരു വണ്ടിയാണ്, ബ്ലാക്ക് നമ്പർ പ്ലേറ്റ് ഉള്ള ഒരു വണ്ടിയാണ്. റെന്റ് വണ്ടികൾക്ക് വരുന്ന നമ്പർ പ്ലേറ്റ് ആണ്. നിസാൻ മൈക്രയുടെ ഓറഞ്ച് നിറമുള്ള ഒരു വാഹനമാണ്. ഏകദേശം 8:45 കൂടിയാണ് ഈ പാലത്തിന് സമീപത്ത് കൂടി ഒരു സൈഡിലേക്ക് ഒരു ചെറിയ ഇടറോഡുണ്ട്. ആ ഇടറോഡിൽ കൂടി നേരെ പോയി വാഹനം ആറ്റിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും ഈ സ്ഥലത്തെത്തി വാഹനം ഉയർത്താനുള്ള ശ്രമം നടത്തി. ഉടൻ തന്നെ വാഹനം കരയ്ക്ക് കയറ്റിയിരുന്നു. പക്ഷേ വാഹനത്തിനുള്ളിൽ ചെളി നിറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും ഇവരുടെ ആരോഗ്യ നില എന്താണ് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ നമുക്കൊരു വ്യക്തത ലഭിച്ചിട്ടില്ല. അവരെ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പം കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി ഉണ്ട് എന്നൊരു സംശയം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിനുള്ളിൽ അങ്ങനെ മൂന്നാമത്തെ ഒരാളെ കണ്ടെത്താൻ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ പുഴയിൽ വല്ലതും വീണിട്ടുണ്ടോ എന്ന സംശയം ആളുകൾക്കും അതുപോലെ തന്നെ ഫയർഫോഴ്സിനും പോലീസിനും ഒക്കെ ഉണ്ട്. ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ എവിടുന്ന് വന്നതാണ്, ആരാണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇപ്പോൾ ലഭിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു റെന്റ് എടുത്ത വാഹനമാണ് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു വ്യക്തതയുള്ളത്. കോട്ടയം ഭാഗത്ത് നിന്ന് കുമരകം വഴി പോകുകയായിരുന്നു ഇവർ, എറണാകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ടൂറിസ്റ്റുകളാണോ, വിനോദസഞ്ചാരികളായി കുമരകത്തേക്ക് എത്തിയവരാണോ എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. വിശദമായിട്ടുള്ള അന്വേഷണം, ഇവരുടെ ഡീറ്റെയിൽസ്, ഈ വാഹനത്തിൽ ചെളി നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ മറ്റ് ഡീറ്റെയിൽസുകളൊന്നും നിലവിൽ പോലീസിന് ലഭിച്ചിട്ടില്ല. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ രണ്ടുപേരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില ഇപ്പോൾ നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. ടോബി, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് അപ്പോൾ നാട്ടുകാരൊക്കെ അറിയിക്കുന്നത്? അമിത വേഗത്തിൽ വന്ന് നിയന്ത്രണം വിട്ട് ഈ പുഴയിലേക്ക് വീഴുകയായിരുന്നു, അതോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ? നാട്ടുകാർ ടോബിയുമായി പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, അത് തന്നെയാണ്. അതായത് റോഡ് മാറിപ്പോയി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എറണാകുളം ഭാഗത്തേക്ക് പോകേണ്ട, കോട്ടയം ഭാഗത്ത് നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകേണ്ട ഒരു റോഡാണത്. പ്രധാന കുമരകത്ത് കൂടി പോകുന്ന ആ കൈപ്പുഴമുട്ട് പാലം കയറി പോകുന്ന ഒരു റോഡാണ്. ആ റോഡിൽ നിന്നും ഇടറോഡിലേക്ക് പാലം കയറാതെ എങ്ങനെ ഇടറോഡിലേക്ക് പോയി എന്ന് തന്നെയാണ് ഒരു സംശയമായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വഴി തെറ്റിയതാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നാട്ടുകാരാണ് ശബ്ദം കേട്ട്, അതായത് ഈ വാഹനത്തിൽ നിന്നും ശബ്ദം കേട്ട് ഉടൻ തന്നെ അവിടെ ചെന്ന് പരിശോധന നടത്തിയത്. ഇവർ എവിടുന്ന് വന്നതാണ്, എന്താണ് സംഭവിച്ചത്, ഇനി മറ്റെന്തെങ്കിലും ഗൂഗിൾ മാപ്പോ മറ്റോ ഇട്ട് പോയതാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. മൂന്നാമതൊരാളുണ്ടോ, ഒരു കുട്ടിയുണ്ടോ എന്നൊരു സംശയമാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുട്ടിയെ കണ്ടെത്താനുള്ള തിരച്ചിൽ തന്നെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദൃശ്യങ്ങൾ കോട്ടയം എറണാകുളം റൂട്ടിൽ കൈപ്പുഴമുട്ടിൽ നിന്നാണുള്ളത്. അവിടെ നിയന്ത്രണം വിട്ട്
പുഴയിലേക്ക് വീണ കാറ് ഇപ്പോൾ കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. ഈ ഘട്ടത്തിൽ ആ 2 പേരെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അതിനുള്ളിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നോ എന്ന് ചില സംശയം നാട്ടുകാർ പറയുന്നുണ്ട്. അതുകൊണ്ട് പുഴയിൽ ഇപ്പോഴും തെരച്ചിൽ നടത്തുകയാണ്. ഇതുവരെ കൂടുതൽ വിവരങ്ങൾ മറ്റാരെങ്കിലും ഉള്ളതായി ഒരു സൂചനയും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നാട്ടുകാർക്ക് ചില സംശയങ്ങളാണുള്ളത്. ആ 2 പേരെ കരയ്ക്കെത്തിച്ച് 2 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ചൊന്നും ഒരു വിവരവും ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. വഴി തെറ്റി ഈ പുഴയിലേക്ക് കാർ പതിച്ചതാണോ എന്ന സംശയമുണ്ട്. മെയിൻ റോഡിൽ നിന്ന് മാറി ഒരു ഇട റോഡിലൂടെ ഈ വാഹനം യാത്ര ചെയ്തു എന്നാണ് അറിയുന്നത്. കുമരകത്ത് നിന്ന് എറണാകുളത്തേക്ക് വരുന്ന ആളുകളാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് പ്രാഥമിക സൂചന. അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. വൈകിട്ട് ഏതാണ്ട് സന്ധ്യയ്ക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് അറിയുന്നത്. ഒന്നിലധികം ആളുകൾ കാറിൽ ഉണ്ടായിരുന്നു എന്ന സൂചന ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ പരിശോധന പുഴയിൽ ഇപ്പോഴും തുടരുകയാണ്.